ഇന്ന് നമ്മുടെ വീട്ടിലെ അമ്മായിമ്മ കാഴ്ച പരിപാടിയാണ് കേട്ടോ. അതെന്താ ഈ അമ്മായിമ്മ കാഴ്ച? ഇത് ഒട്ടുമിക്ക ജില്ലയിലുള്ള പരിപാടിയായിരിക്കാം. പക്ഷെ നമ്മുടെ മലപ്പുറത്ത് അമ്മായിമ്മ കാഴ്ച എന്നാണ് പരിപാടിയുടെ പേര്. അതായത് കല്യാണം വരെ പെണ്ണിന്റെ അമ്മയും ചെക്കന്റെ അമ്മയും പരസ്പരം കാണാറില്ല. അതുപോലെ തന്നെ അവര് പെണ്ണിന്റെ വീടും ചെക്കന്റെ വീടൊന്നും കാണാറില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം കാണാൻ വേണ്ടിയിട്ടും വീട് പരസ്പരം കാണാൻ വേണ്ടിയിട്ടും വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് മുന്നേ ഒരുപാട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു പരിപാടിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ എൻഗേജ്മെന്റ് ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അമ്മായിമ്മ കാഴ്ച വെക്കണം എന്നുള്ളത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ചെക്കന്റെ വീട്ടിൽ അമ്മായിമ്മ കാഴ്ച പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ചെക്കന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പെണ്ണിന്റെ വീട്ടിലോട്ട് അമ്മായിമ്മ കാഴ്ചയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആ ഒരു പരിപാടിയാണ് കേട്ടോ. അതായത് ചെക്കന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ പെണ്ണിന്റെ വീടായിട്ടുള്ള നമ്മുടെ വീട്ടിലോട്ട് വരുന്ന പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഹോർലിക്സ് ആണ് കൊടുക്കുന്നത്. ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേസമയം വെജിറ്റേറിയൻ ഒക്കെ നമ്മുടെ വല്യമ്മ, മേമ്മ, ചേച്ചിമാരൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഒത്തിരി പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വരുമ്പോൾ എല്ലാവരും കൂടി വരില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അത്രയും റിലേറ്റീവ്സ് മാത്രമാണ് അവർ വരുള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിലും അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രമാണ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാനും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരിതാ പോകാൻ നിൽക്കുകയാണ്. ഇവർ പോയി കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടി ഇവർ കൊടുന്നേക്കുന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ വീതിച്ചിട്ട് നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനും കൊടുക്കണം. അത് വലിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ. കാര്യം അതെല്ലാവർക്കും ഒരുപോലെ വീതിച്ച് നൽകണം. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും നമ്മൾ കൊണ്ടു കൊടുക്കുകയും വേണം. ഇത് കൊണ്ടു കൊടുക്കാൻ മടി ആയതുകൊണ്ട് തന്നെ 1, 2 വീട്ടിലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് വീട്ടിൽ നിന്ന് മുങ്ങി കേട്ടോ.